അദ്ദേഹത്തെക്കുറിച്ച് ചിലർ പറഞ്ഞു, സ്വന്തം ഭാര്യയോട് വരെ അദ്ദേഹം വളരെ വിനയത്തോടു കൂടിയാണ് സംസാരിച്ചിരുന്നത്, അവനവൻ്റെ ഭാര്യനോട് വരെ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു പെൺകുട്ടി റാന്തൽ കത്തിച്ചു വെച്ച് പഠിക്കാനിരിക്കുകയാണ്. പഠിക്കുന്നതിനിടയിൽ ഉറക്കം തൂങ്ങി, ഹബീബ ടീച്ചർ എന്നവരാണ് എഴുതിയിട്ടുള്ളത്. പഠിക്കുന്നതിനിടെ ഉറക്കം തൂങ്ങി റാന്തൽ താഴെ വീണു. അത് താഴെ വീണ് പായ കത്തിപ്പോയി. നമ്മളെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇതിൻ്റെ അടുത്ത് വന്നാൽ മതി. ഒരു ഗ്ലാസ് പൊട്ടിയാൽ എന്താ സംഭവിക്കൽ? മൗലവി റഹിമഹുല്ലാ ആ പെൺകുട്ടിയോട് ഇത്രേ പറഞ്ഞോളൂ. അദ്ദേഹം പറഞ്ഞു, മോളെ ഇനി ശ്രദ്ധിക്കണം, ഇത്രേ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഒരാൾക്ക് ഇത്ര പറഞ്ഞ് നിർത്താൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കൂ. ഈ ഓരോ സാഹചര്യങ്ങൾ നമ്മളാണെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് മനസ്സിലാവും നമ്മുടെ കുറവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. നമ്മേക്കാൾ മുൻപിൽ നിൽക്കുന്നവരെ നോക്കണം. നമ്മൾ പൊതുവെ നോക്കുന്നത് നമ്മുടെ ചുറ്റുപാടേക്കാണ്. അവിടെ കാണുന്നത് ആരെയാണ്? അങ്ങനെ കള്ളുടിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങാടിയിൽ സ്വറ പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്, പല വൃത്തികേടുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളെ നോക്കുമ്പോൾ നമ്മളെന്താ ഉഷാറാണല്ലോ, സഹാബികളെ പോലെ ഉണ്ടല്ലോ നമ്മളെ ജീവിതം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ കാണുന്നില്ല, നമ്മളെക്കാൾ മുൻപിലുള്ളവരെ കാണുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തെക്കുറിച്ച് ചിലർ പറഞ്ഞതായി കാണാം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇത് ചെയ്യൂ എന്ന് അദ്ദേഹം പറയില്ല. ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലെ പ്രയോഗമാണത്. അനസ് ഇബ്നു മാലിക്കിൻ്റെ ഹദീസിൽ അത് സമാനമായ പ്രയോഗമുണ്ട്. അനസ് ഇബ്നു മാലിക് അദ്ദേഹം പറയും, 10 കൊല്ലം ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ സേവിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തവണ പോലും ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് അവിടുന്ന് എന്നോട് എന്തേ ചെയ്യാതിരുന്നെന്ന് ചോദിച്ചിട്ടില്ല. ഒരു തവണ പോലും ഞാൻ ചെയ്തു പോയ എന്തെങ്കിലും ഒരു അബദ്ധത്തെക്കുറിച്ച് നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് അവിടുന്ന് ചോദിച്ചിട്ടില്ല.